Hi friends, Oppo R17 Pro എന്നൊരു ഫോൺ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. ചൈനയിലൊക്കെ ഓൾറെഡി ലോഞ്ചിങ്ങിനടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തായാലും ഈ ഫോണിന്റെ കുറച്ചധികം വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കിടുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഫോൺ Oppo F9 സീരീസിൽ പെട്ടതല്ല. ആ ഒരു സീരീസ് വരും മിഡ് റേഞ്ച് ആണ്. ഇത് അതിനേക്കാൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയ വെർഷനാണ്. കുറച്ചധികം പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ ഫോണിലേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. R17 Pro ഈ ഫോണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിസൈനിന്റെ ഭാഗത്ത് തന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്കതൊരു വലിയ സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ R17 Proയുടെ ഡിസൈനിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. 6.45 ഫുൾ HD+ ഡിസ്പ്ലേ, ഇതിനൊപ്പം തന്നെ വാട്ടർ ടോപ്പിനെ വെച്ച് ചെറിയ ചിഹ്ന് 90 എബോ സ്ക്രീൻ ടു ബോഡി റേഷ്യോ, 91.5 സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പുതുമയല്ല. F9 Proയിലൊക്കെ നമ്മളിത് കണ്ടു കഴിഞ്ഞു, ഏകദേശം ഇതൊക്കെയുണ്ട്. അപ്പോൾ പിന്നെ ഡിസൈൻ സൈഡിൽ എന്താണ് പുതുമ? റിയർ സൈഡിൽ കാണുന്ന ഗ്ലാസ് ഫിനിഷ് ആണോ? അതുമല്ല, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തവണ ഉപയോഗിക്കുന്നത് AMOLED സ്ക്രീനാണ്. അപ്പോൾ AMOLED സ്ക്രീനായിട്ടാണ് ഈ ഫോൺ വരുന്നത്. രണ്ടാമതായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. വിവോ അല്ലെങ്കിൽ OnePlus പോലുള്ള ഫോണുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അവരവരുടെ Oppo എന്ന ബ്രാൻഡിലേക്കും അത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ടെക്നോളജിയായി മിഡ് റേഞ്ചുകളിൽ നിന്നും വ്യത്യസ്തമായി Oppo ഒരു ഫോൺ ഇറക്കാൻ പോവാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം, Gorilla Glass 6 ആണ് ഉപയോഗിക്കുന്നത്. ഓപ്പോയുടെ ഒരു ഫോണിൽ ഈ Gorilla Glass 6 ഉപയോഗിക്കുമെന്ന് നമ്മൾ കേട്ടിരുന്നു. Gorilla Glassന്റെ ടീം തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓപ്പോയുടെ ഫോണുകളിൽ വരാൻ പോകുന്ന ഫോണിൽ Gorilla Glass 6 ഉപയോഗിക്കുമെന്ന്. Oppo F9 Pro ആയിരിക്കും ആ ഫോൺ എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പല സൈറ്റുകളിലും ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു F9 Proയുടെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ Gorilla Glass 6 ആണ്. പക്ഷെ നമ്മൾ കമ്പനിയുമായിട്ട് നേരിട്ട് ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ സംസാരിച്ചു. പക്ഷേ അവരൊരിക്കലും ആ വെർഷൻ ഏതാണെന്ന് പറയുന്നില്ല. അതിൽ Gorilla Glass ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് 6 ആണെന്ന് പറയുന്നില്ല. 6 ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി അത് എടുത്ത് പറഞ്ഞേനെ, കാരണം അതൊരു വലിയ പരസ്യം കൂടിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ 6 ആണ് എന്ന് ഉറപ്പിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഇവിടെ R17 Proയുടെ കാര്യത്തിൽ Gorilla Glass 6 ആണ് സൈറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ വരുന്നത് AMOLED സ്ക്രീൻ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഇത് രണ്ടും Gorilla Glass 6 കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിസൈനിന്റെ കാര്യത്തിൽ കാണാൻ വലിയ വ്യത്യാസങ്ങളല്ലെങ്കിലും ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സിൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസങ്ങളുണ്ട്. ഒരു ഉഗ്രൻ ഡിസൈനിന്റെ ഭാഗത്ത് ഒരു ഉഗ്രൻ അപ്ഡേഷനുമായിട്ടാണ് R17 Pro നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അടുത്തായിട്ട് പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴും അവിടെയും ചെറിയൊരു പുതുമയുണ്ട്. ഇത്തവണ Snapdragon 710 എന്ന ചിപ്സെറ്റുമായിട്ടാണ് വരുന്നത്. 710 ഓൾറെഡി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളത് വേറൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ് 710 എന്നുള്ള കാര്യം. എന്തായാലും മിഡ് റേഞ്ചിൽ ഇതുവരെ കണ്ടുവരുന്ന ഏറ്റവും നല്ല ചിപ്സെറ്റായ Snapdragon 660 കുറച്ചുകൂടി ബെറ്റർ ആയ ചിപ്സെറ്റാണ് ഈ പറയുന്ന Snapdragon 710. കുറച്ചും കൂടി ബെറ്റർ ആയ ലേറ്റസ്റ്റ് ചിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പവർ ഒപ്റ്റിമൈസേഷൻ, അതായത് ബാറ്ററി ഒക്കെ കുറച്ച് ഉപയോഗിക്കുക, അതേപോലെ ലോ ലൈറ്റ് ഇമേജുകളെ, ക്യാമറ ഓൾറെഡി നല്ല ക്യാമറ സെറ്റപ്പിലുണ്ട്, ആ ലോ ലൈറ്റ് ഇമേജുകളെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ ഇതിൻ്റെ ഈ പറയുന്ന സെൻസറിന് സാധിക്കും. അപ്പോൾ ബെറ്റർ ആയ ലോ ലൈറ്റ് പെർഫോമൻസ് ഇമേജുകളുടെ കാര്യത്തിൽ കിട്ടും. സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതേപോലെ ബാറ്ററിയുടെ കാര്യത്തിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഈ ഒരു ചിപ്സെറ്റ് ഇതുവരെ കണ്ടുവരുന്ന മിഡ് റേഞ്ച് ചിപ്സെറ്റുകളെ അപേക്ഷിച്ച് ബെറ്റർ സൈഡിലുള്ള ചിപ്സെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൻ്റെ റാം വേരിയന്റുകൾ 6GB 128GB വരുന്നു, അതേപോലെ തന്നെ 8GB 128GB വേരിയന്റും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു പുതിയ ചിപ്സെറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും റിയൽ ലൈഫിൽ കണ്ടറിയേണ്ടി വരും. ഓൾറെഡി Nokia 7.1 Plusന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ പറയുന്ന 710 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചുകൊണ്ടാണ് ആ ഫോൺ വരുന്നത്. അതേ ചിപ്സെറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് മിഡ് റേഞ്ചിന് മുകളിൽ നിൽക്കുന്നതാണ്, മിഡ് റേഞ്ച് ചിപ്സെറ്റുകളല്ല, അതിനേക്കാൾ ബെറ്റർ സൈഡിലുള്ള ഒരു ചിപ്സെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റും കുറച്ചും കൂടി ഏറ്റവും പുതിയൊരു ടെക്നോളജി ആയിട്ട് ഇതിലെ പ്രോസസ്സറും. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് ഒന്ന് നോക്കാം. f1.5 ആപ്പച്ചറുള്ള മെയിൻ ക്യാമറ, അതിൻ്റെ ഒപ്പം തന്നെ f2.4 ആപ്പച്ചറുള്ള വേറൊരു ക്യാമറ, പിന്നെ മൂന്നാമതായിട്ടൊരു ക്യാമറ കൂടിയുണ്ട് f2.6 ആപ്പച്ചർ. ഈ മൂന്ന് ക്യാമറകളുടെയും കാര്യങ്ങൾ പ്രത്യേകം ഞാൻ പറയുന്നില്ല. എന്തായാലും ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആണ്, പോർട്രേറ്റ് മോഡുകൾ ഇമ്പ്രൂവ്ഡ് ആണ്, അതൊക്കെ ശരി തന്നെ. അതുകൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 3D ഫോട്ടോസ് എടുക്കാൻ സഹായിക്കും. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചുറ്റും ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ ത്രിമാന രൂപം തന്നെ ക്യാപ്ചർ ചെയ്യാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും. അപ്പോൾ റിയർ സൈഡിൽ 3D ക്യാമറ സെറ്റപ്പുമായിട്ടാണ് ഈ R17 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, അതിൽ വ്യത്യസ്തമായ ഒരു ക്യാമറ സെറ്റപ്പ്. ഇനി ഫ്രണ്ട് സൈഡിലെ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ പുതുമയൊന്നുമില്ല, എങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. AI ഫീച്ചറുകൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണ്, മറ്റനേകം ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളും, സീൻ റെക്കഗ്നിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും 25 മെഗാപിക്സൽ സെൽഫി ക്യാമറ, അതാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യാലിറ്റി എന്ന് 3D ക്യാമറ സെറ്റപ്പാണ്. അടുത്തതായി നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കാം. ഇവിടെയും കുറച്ച് വ്യത്യസ്തമായ കാര്യമാണുള്ളത്. Oppo Find Xൽ നമ്മൾ കണ്ട അതേ സംഭവം, Supervooc ഫ്ലാഷ് ചാർജിംഗ്, 3700 mAh ബാറ്ററി, Supervooc ഫ്ലാഷ് ചാർജിങ്ങിന്റെ സപ്പോർട്ടോടെയാണ് വരുന്നത്.
Supervooc ഫ്ലാഷ് ചാർജിങ്ങിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഞാനൊന്ന് പറയാം. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 40% ചാർജ് കയറും. 3700 mAh ബാറ്ററിയുടെ 3700 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 4000 mAh അടുത്തേക്ക് എത്താറായി. ആ ഒരു ബാറ്ററിയുടെ 40% 10 മിനിറ്റ് കൊണ്ട് ചാർജ് ആവും. ഇത് ഫുള്ളാവാൻ അരമണിക്കൂർ മതി. അരമണിക്കൂർ കൊണ്ട് 0 നിന്നും 100% എത്തും. അത്രയും നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. അതാ 3700 mAh ഫുള്ള് ചാർജ് ചെയ്യാൻ നമുക്ക് വെറും അരമണിക്കൂർ മതി. അപ്പോൾ ഇതും ഈ ഒരു ഫോണിൽ പ്രധാനമായിട്ടും എന്നെ ആകർഷിച്ച ഒരു ഘടകമായി. ടോട്ടലായിട്ട് ഈ ഒരു ഫോൺ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ലേറ്റസ്റ്റ് ആയ ടെക്നോളജികൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. Gorilla Glass 6 ലേറ്റസ്റ്റ് ആണ്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ മിഡ് റേഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ Snapdragon 710, ക്യാമറയിലേക്ക് വരുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി 3D ക്യാമറ സെറ്റപ്പ്, ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പവർ കൂടിയ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി Supervooc ഫ്ലാഷ് ചാർജിങ്, അരമണിക്കൂറിൽ 100% ചാർജ്. അപ്പോൾ ടോട്ടലായിട്ട് R17 Pro ഒരു ഉഗ്രൻ ഫോണാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചൈനയിലെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒപ്പം തന്നെ അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ ഫോണിന്റെയും മറ്റു പുതിയ ടെക് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.